കിഴക്കൻ റഷ്യയിൽ റിക്ടർ സ്കെയിലിൽ 8.8 പോയിന്റ് തീവ്രത രേഖപ്പെടുത്തി അതിതീവ്ര ഭൂചലനം. ഇതിനെ തുടർന്ന് അമേരിക്കയിലും ജപ്പാനിലും സുനാമി തിരകൾ രൂപപ്പെട്ടു. പെറുവിലും ഇക്വഡോറിലും ചൈനയിലും സുനാമി മുന്നറിയിപ്പുണ്ട്. പസഫിക് തീരങ്ങളിലേക്ക് പോകരുതെന്ന് മെക്സിക്കോ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ഭൂചലനത്തെ തുടർന്ന് റഷ്യൻ കംചട്ക അഗ്നിപർവ്വതത്തിൽ ലാവാ പ്രവാഹവും ഉണ്ടായിട്ടുണ്ട്. വിവരങ്ങളുമായി ഗൗതം ആമ്രകുഞ്ചമുണ്ട്. ഗൗതം, ഇപ്പോഴത്തെ സാഹചര്യം എന്താണ്? ഇപ്പോഴും മുന്നറിയിപ്പുകളൊക്കെ തുടരുന്ന സാഹചര്യമാണോ? ഈ മണിക്കൂറുകളിൽ എന്താണ് വരുന്ന പുതിയ അപ്ഡേഷൻസ്? സംഗീത നിലവിൽ മുന്നറിയിപ്പുകൾ തുടരുന്നുണ്ട്. പക്ഷേ ആശങ്ക ഒഴിയുന്ന ഒരു സാഹചര്യത്തിലേക്കാണ് കാര്യങ്ങൾ പോകുന്നതെന്നാണ് ഏറ്റവും ഒടുവിലായുള്ള റിപ്പോർട്ട് വ്യക്തമാക്കുന്നത്. ശക്തമായ തിരയടികൾ പസഫിക് സമുദ്രത്തിൻ്റെ വിവിധ തീരങ്ങളിൽ, നേരത്തെ സൂചിപ്പിച്ച പോലെ അമേരിക്ക, ചൈന, റഷ്യ, ജപ്പാൻ തുടങ്ങിയ രാജ്യങ്ങളുടെ തീരങ്ങളിൽ മുന്നറിയിപ്പ് നിലനിൽക്കുന്നുണ്ട്. വലിയ തരത്തിലുള്ള തിരയടികൾ ഉണ്ടാകുന്നുണ്ട്. ഒരുപക്ഷെ അടുത്ത കുറച്ച് മണിക്കൂറുകൾ കൂടി വലിയ തിരമാലയ്ക്കുള്ള സാധ്യതയാണ് ഇപ്പോൾ ഉള്ളത്. ഒപ്പം തന്നെ സുനാമി മുൻകരുതൽ സ്വീകരിച്ചതിൻ്റെ ഭാഗമായി ആളുകളെ ജപ്പാനിൽ മാത്രം 1.9 മില്യൺ ആളുകളെ മാറ്റി താമസിപ്പിച്ചിട്ടുണ്ട്. ഒപ്പം തന്നെ മറ്റ് തീരങ്ങളിലുള്ളവരെയും മാറ്റി താമസിപ്പിക്കുന്ന സ്ഥിതിയാണുള്ളത്. എല്ലാ മുൻകരുതലുകളും സ്വീകരിച്ചിട്ടുണ്ട്. ഒപ്പം തന്നെ വിവിധ തീരങ്ങളിലേക്ക്, പ്രത്യേകിച്ച് ബാജ കാലിഫോർണിയ മുതൽ സൗത്ത് മെക്സിക്കോ വരെയുള്ള തീരങ്ങളിൽ, അതോടൊപ്പം തന്നെ ഹവായ് തീരങ്ങൾ, ജപ്പാൻ്റെ തീരപ്രദേശങ്ങൾ, ചൈനയുടെ തീരപ്രദേശങ്ങൾ, ഇവയിലെല്ലാം തന്നെ ഈ മുന്നറിയിപ്പ് സാധ്യത നിലനിൽക്കുന്നുണ്ട്. നേരത്തെ സൂചിപ്പിച്ചതിനനുസരിച്ച് വലിയ തിരമാലകൾക്കുള്ള സാധ്യത ആണ് ഉണ്ടായിരുന്നത്. അതിൻ്റെ ഭാഗമായി ഹവായിൽ ഉൾപ്പെടെ സുനാമിക്ക് സമാനമായ രീതിയിൽ വലിയ തിരമാലയും തിരയടിയും ഉണ്ടായിട്ടുണ്ട്. എങ്കിൽ പോലും വലിയ നാശനഷ്ടങ്ങളോ ആളപായങ്ങളോ ഇതുവരെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല എന്നതാണ് ഏറ്റവും ആശ്വാസകരമായ വാർത്ത. നിലവിലെ സ്ഥിതി തുടരുകയാണെങ്കിൽ ഭൂമിക്കടിയിൽ 19 കിലോമീറ്റർ താഴത്തിൽ നിന്നുണ്ടായ ഈ ഭൂചലനം, അതിൻ്റെ പ്രഭവ കേന്ദ്രം കംചസ്കെ ഉപദ്വീപാണ് റഷ്യയിലെ. അവിടെ നിന്നുണ്ടായ പ്രകമ്പനത്തിൻ്റെ പ്രതിഫലനങ്ങൾ അടുത്ത മണിക്കൂറുകളിൽ ശക്തി കുറയുകയും തിരമാലകളുടെ ശക്തി കുറയുന്ന സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ പോകും. അങ്ങനെയാണെങ്കിൽ നേരത്തെ സൂചിപ്പിക്കപ്പെട്ട അല്ലെങ്കിൽ പ്രവചിക്കപ്പെട്ട പോലെയുള്ള വലിയ തിരമാലകളോ സുനാമി സാധ്യതകളോ ഉണ്ടാകില്ല എന്നാണ് നിലവിൽ വിലയിരുത്തുന്നത്. അതേസമയം ജാഗ്രത കൃത്യമായി തുടരണമെന്നും പറയുന്നുണ്ട്. ഒപ്പം ഏറ്റവും പ്രധാനമായും റഷ്യയിലെ, അതോടൊപ്പം തന്നെ ഹവായ് തീരം, ഈ 2 തീരങ്ങളിലാണ് പ്രധാനമായും കനത്ത മുന്നറിയിപ്പ്. ഗൗതം, എന്താണെങ്കിലും കാര്യങ്ങൾ വ്യക്തമാണ്. ഇപ്പോഴും മുന്നറിയിപ്പുകൾ തുടരുന്ന സാഹചര്യമാണുള്ളത്.